സിനിമയിൽ നിങ്ങൾ കാണുന്ന ഗുണാക്കേവ് കാണാനായിട്ടാണെങ്കിൽ ആരും അങ്ങോട്ട് പോകേണ്ടതില്ല. പോകരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ തന്നെ കൊടൈക്കനാലിൽ പോയാൽ ഗുണാക്കേവ് പോലെയുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കാൻ നിൽക്കണ്ട എന്ന് എനിക്ക് പറയാനുണ്ട്. അതിൻ്റെ കാരണങ്ങളൊക്കെ ഞാൻ പുറകെ പറയാം. ഇപ്പോൾ നമ്മൾ മുയർ പോയിൻ്റാണ് ഈ കണ്ടത്. ഒരാൾക്ക് കയറാൻ 10 രൂപയാണ് മുയർ പോയിന്റിൽ. ഇവിടെ നല്ലൊരു വാച്ച് ടവർ നിങ്ങളെ കാണുന്നില്ലേ? അതിൻ്റെ അവിടെ നിന്ന് നോക്കിയാൽ നല്ല താഴ്വരകൾ കാണാം. പിന്നെ നല്ല രസമുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് അവിടെ ഉള്ളത്. അവിടെ നമുക്ക് കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്യാം. പിന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് കടകളുണ്ട്. അവിടെ നിന്ന് നമുക്ക് കളിപ്പാട്ടങ്ങൾ മുതൽ ഭക്ഷണം വരെ അവിടെ നിന്ന് കിട്ടും. പിന്നെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഏരിയ ഉണ്ട്. പിന്നെ ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് പോകാം. അവിടെ ഫോറസ്റ്റുകാർ ഇപ്പോൾ ഉണ്ട്. ഫോറസ്റ്റുകാർ പറയുന്ന വണ്ടിയിൽ നമുക്ക് അവർ പറയുന്ന സമയത്തൊക്കെ പോകാം. പക്ഷെ നമ്മുടെ വണ്ടി പോകണമെന്നുണ്ടെങ്കിൽ അതിന് ടിക്കറ്റൊക്കെ എടുക്കേണ്ടി വരും. അത് കൊടൈക്കനാൽ ടൗണിലാണ് എവിടെയൊക്കെയാണ് ടിക്കറ്റ്. അവർ കൃത്യമായിട്ടത് പറഞ്ഞൊന്നും നമുക്ക് തരുന്നില്ല. എന്താണെന്നറിയില്ല. അവരുടെ വണ്ടിക്ക് പോകാൻ വേണ്ടിയായിരിക്കും. ഏതായാലും അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കൊടൈക്കനാലിൽ. നമ്മുടെ അടുത്ത മെയിനായിട്ട് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു സ്ഥലം ഗുണാക്കേവാണ്. നമ്മൾ സിനിമയിൽ കാണുന്ന ഗുണാക്കേവില്ലേ, അത് കാണാനായിട്ടാണെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോകണ്ട. അവിടെ ഈ സിനിമയിൽ കണ്ട ഗുണാക്കേവ് എല്ലാം അടച്ചു പൂട്ടി വെച്ചിട്ടുള്ളതാണ്. ഇന്നലെ മിനിയാന്ന് അടച്ചു പൂട്ടിയതൊന്നുമല്ല, വർഷങ്ങൾക്ക് മുമ്പേ അടച്ചു പൂട്ടിയതാണ്. പിന്നെ അത് ഈ കാണുന്ന ബ്ലോക്ക്, ട്രാഫിക് ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒന്നാമതൊരു വഴിയല്ലേ ഉള്ളൂ. ആ വഴിയിൽ നിറയെ ട്രാഫിക് ബ്ലോക്കാണ്. ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അന്യായ ബ്ലോക്കാണ്. ഈ നമ്മുടെ ഈ കേരളത്തിലുള്ളവരും തമിഴ്നാട്ടിലുള്ളവരുമാണ് കൂടുതൽ. ഈ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞാൽ ആ സിനിമ കണ്ടവരാണ് കൂടുതലുള്ളത്, അല്ലെങ്കിൽ ആ സിനിമയെക്കുറിച്ച് അറിഞ്ഞവർ. അല്ലാതെ കൊടൈക്കനാൽ തണുപ്പ് ആഘോഷിക്കാൻ വരുന്ന ആളുകൾക്ക് ഇവിടെ ഗുണാക്കേവിൽ വന്നൊന്നും ഒരു നിർബന്ധമില്ല. കാരണം ഈ തിരക്കല്ലേ, അന്യായ തിരക്ക്. അവിടെ ഈ കാണുന്ന തിരക്കും ബ്ലോക്കും ഒക്കെ കഴിഞ്ഞ് അവിടെ ചെല്ലണത്. ഇങ്ങോട്ട് നോക്കി, ഇവിടെ കംപ്ലീറ്റ് വണ്ടി ബ്ലോക്കായി കിടക്കണത് മാത്രമല്ല, പാർക്ക് ചെയ്തേക്കണ പാർക്കിംഗ് ഏരിയ ഒക്കെ കണ്ടില്ലേ? ഇത്രക്ക് വലിയ ഒരു വാഹന വ്യൂഹത്തെ അവിടെ വരവേൽക്കാൻ പറ്റിയ അത്ര വലിയ വിശാലമായ സ്ഥലമൊന്നുമല്ല ഈ കൊടൈക്കനാൽ. എങ്കിലും നമ്മുടെ നാട്ടുകാരുടെ ആഗ്രഹമല്ലേ, എല്ലാവരും പോയിട്ടുണ്ട് അങ്ങോട്ട്. ഇനിയിപ്പോൾ ഞാൻ പോകണ്ടെന്ന് പറഞ്ഞാലൊന്നും നിങ്ങൾ പോകാതിരിക്കില്ല. നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ പോവാം. ഞാൻ ഒരു സൂചന തന്നാണ്. നമുക്ക് ആ ഏരിയയിലുള്ള കാഴ്ചകൾ കാണാട്ടാ. ഈ കൊടൈക്കനാലിൽ ടിക്കറ്റ് എടുക്കാനായിട്ടുള്ള ഗുണം എന്താണെന്നറിയാമോ? ടിക്കറ്റ് എടുക്കണമെങ്കിൽ നമ്മൾ 10 രൂപയാണ് ടിക്കറ്റ്. നമുക്ക് വിദേശികൾക്ക് അത് 100 രൂപയായിട്ട് മാറും. നമ്മൾക്ക് ക്യാമറയെ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 300 രൂപയാണെങ്കിൽ വിദേശികൾക്ക് 3000 രൂപയായിട്ട് മാറും. അപ്പോൾ വിദേശികൾക്ക് നല്ലൊരു പരിഗണനയാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. നമ്മൾ 10 രൂപ, വിദേശികൾ 100 രൂപ, അങ്ങനെയൊക്കെ അങ്ങോട്ട് പോകും. ടിക്കറ്റ് എടുക്കുന്നിടത്ത് അത്യാവശ്യം നല്ല തിരക്കുണ്ട്. സാധാരണ ദിവസമൊന്നും ഒരു മനുഷ്യനുണ്ടാവില്ലെന്ന് ഇവിടെ. നമ്മളെ ടിക്കറ്റ് എടുത്ത് പോയി കുറച്ച് കഴിഞ്ഞ് ഒരാൾ വരും, അത് കഴിഞ്ഞൊരു ഗ്യാങ് വരും. അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ നമ്മൾ നേരത്തെ പോകുമ്പോൾ. ഇപ്പം അങ്ങനെയല്ല. അത്യാവശ്യം ക്യൂ നിന്ന് തന്നെ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഈ കാണാവുന്ന ആ ഒരു സ്റ്റെപ്പ് പോലെ 2 ബാരിക്കേഡ് പോലെയൊക്കെ വെച്ച് കെട്ടിയിട്ടൊക്കെ ഉണ്ട്. അതിലെ അങ്ങോട്ട് പോവുക. പോയി ചെന്ന് കഴിയുമ്പോൾ നിറച്ച് കുരങ്ങന്മാരാണ്. നമ്മളാ കുരങ്ങന്മാരുടെ കയ്യിലേക്ക് നമ്മളുടെ ഒന്നും കൊടുക്കരുത്. നമ്മളെ മൊബൈൽ കണ്ടാൽ തട്ടിപ്പറിച്ചുകൊണ്ട് പോകും, ബാഗ് തട്ടിപ്പറിച്ചുകൊണ്ട് പോകും. എങ്ങനെ എന്ത് കിട്ടിയാലും തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്ന കുറേ കുരങ്ങന്മാരുണ്ട് അവിടെ. അതുകൊണ്ട് അവർക്ക് വല്ല കപ്പലണ്ടി മിഠായി, പോപ്കോണൊക്കെ കൊടുത്താൽ നല്ലതാണ്. അതുങ്ങൾ കഴിക്കണൊക്കെ കണ്ടു കഴിഞ്ഞാലേ അമ്മയും കുഞ്ഞും ഒക്കെ കാണാൻ എന്ത് രസമെന്നറിയാമോ? കുരങ്ങത്തിയും ഈ കുരങ്ങത്തിയുടെ കുഞ്ഞുമൊക്കെ ആയിട്ടിരിക്കണതാണ്. എനിക്ക് നല്ല രസമാണ്. അങ്ങനെ ആ കാഴ്ചയൊക്കെ കണ്ട് നമുക്ക് ഈ വേരിലേക്ക് പോവാം. വേരിൻ്റെ അവിടെ നിന്ന് നമ്മൾ ഫോട്ടോ എടുക്കുക. പിന്നെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയുള്ള ഒരു ഫോട്ടോ പോയിൻ്റ് ഉണ്ട്, ഗുണാക്കേവ് എന്ന് പറഞ്ഞിട്ട്. അവിടെ പോയി ഫോട്ടോ ഒക്കെ എടുക്കുക. പിന്നെ നമ്മൾ ചെല്ലണ സ്ഥലം വേരാണ്. വേരിൻ്റെ അവിടെ നിന്ന് നമുക്ക് സെൽഫിയൊക്കെ എടുക്കാം, അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം. നമ്മളെ മാത്രമായിട്ട് എടുക്കാമെന്ന് വിചാരിക്കണ്ട, കാരണം അത്ര തിരക്കുണ്ട് അവിടെ. ഈ തിരക്കിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മളെ തിരഞ്ഞു പിടിച്ച് നമ്മുടെ ഫോട്ടോഗ്രാഫർ നമ്മുടെ ഫോട്ടോ ഒക്കെ എടുക്കണം. പിന്നെ ഫോട്ടോ എടുത്ത് തരാനൊക്കെ അവിടെ ആളുണ്ട്. ഇൻസ്റ്റൻറ്റ് ഫോട്ടോയൊക്കെ അപ്പോൾ തന്നെ നമുക്ക് തരും. ഇത് കഴിഞ്ഞ് നമ്മൾ കേവുകളാണ്. നമ്മൾ നടന്നു പോണ വഴിക്ക് താഴേക്ക് പോകാൻ പറ്റിയ കേവുകൾ അവിടെ ഉണ്ട്. ആ കേവ് ഒരു 1.5 കേവാണ്. അതിലേക്ക് വീണ് പോയി കഴിഞ്ഞാൽ ഒരു രക്ഷയും കിട്ടൂല എന്ന് പറഞ്ഞാൽ ചെകുത്താൻ്റെ അടുക്കളയായിരുന്നല്ല നേരത്തെ. സിനിമ വരുന്നതിന് മുമ്പ് ചെകുത്താൻ്റെ അടുക്കളയല്ലായിരുന്നു. ഇത് കംപ്ലീറ്റ് ഇപ്പോൾ ചെയ്തു വെച്ചേക്കണത് നെറ്റ്, നല്ല കട്ടിയുള്ള നെറ്റ് ഇട്ടിട്ട് അത് മൂടി വെച്ചേക്കണേണ്. നെറ്റിട്ട് മൂടി വെച്ചേക്കണേ. അതുകൊണ്ട് അതിൻ്റെ മുകളിലൊക്കെ കയറി ഇരിക്കുന്നുണ്ട് ആളുകൾ, നടക്കുന്നുണ്ട്. അത് കാണുമ്പോൾ തന്നെ ആളുകൾക്ക് ഭയങ്കര സന്തോഷമൊക്കെ ഉണ്ട് കേട്ടോ.
ഈ ഫെൻസിങ്ങിൻ്റെ ഉള്ളിൽ കൂടി നമുക്ക് കാണാം നല്ല മനോഹരമായ താഴ്വരകൾ. പിന്നെ ഇവിടെ ഒരു വാച്ച് ടവർ ഉണ്ട്. വാച്ച് ടവറിൻ്റെ ഉള്ളിൽ ആളുകൾ കൂടിയിട്ട് അത് ഇടിഞ്ഞു വീഴുവാന്ന് വരെ ഞാൻ പേടിച്ചുപോയി. അത്ര ആളുകളാണ് അതിൻ്റെ മുകളിൽ കയറിയിരിക്കണം വാച്ച് ടവറിൽ. നമ്മുടെ നാട്ടുകാരാണ് കേട്ടോ കൂടുതൽ. പിന്നെ തമിഴ്നാട്ടുകാരും ഉണ്ട്. എല്ലാവരും കൂടി കൂടിച്ചേർന്ന് സംഗതി വാച്ച് ടവറിൻ്റെ ഉള്ളിൽ നിന്ന് വെച്ചും ജസ്റ്റ് ഒരു സെൽഫി അല്ലെങ്കിൽ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു കുഞ്ഞു വീഡിയോ ഒക്കെ എടുത്തിട്ട് ആൾക്കാർ താഴത്തേക്ക് ഇറങ്ങിപ്പോരും. വീണ്ടും ഈ കേവിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ അങ്ങോട്ട് കയറി ഇറങ്ങി ഇങ്ങനെ അങ്ങോട്ട് പോരും. ഇവിടെ ഞാൻ കണ്ടതിൽ ഏറ്റവും വലിയൊരു സംഭവം, നമ്മുടെ മൂത്രത്തിന് ഇവിടെ വലിയ വിലയാണ്. നമുക്ക് മൂത്രം ഒഴിക്കണമെന്നുണ്ടെങ്കിൽ 10 രൂപ കൊടുക്കണം. അങ്ങനെ ചില്ലറ വിലയുള്ളൊരു സംഭവമല്ല. സാധാരണ തമിഴ്നാട്ടിൽ എവിടെ ചെന്ന് കഴിഞ്ഞാലും മൂത്രം ഒഴിക്കാനായിട്ട് അവർ 5 രൂപ മേടിക്കും നമ്മളുടെ ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊക്കെ. ഇവിടെ ഭാഗ്യത്തിന് നമ്മുടെ മൂത്രത്തിന് നല്ല വില അവർ കൽപ്പിക്കുന്നുണ്ട്. അത് 10 രൂപ തന്നെ കൊടുക്കണം. അതാണ് ഇവിടെ കണ്ടൊരു സംഭവം. പിന്നെ തിരിച്ച് നമ്മളിങ്ങനെ അങ്ങോട്ട് ഇറങ്ങി ഇങ്ങോട്ട് പോരും. ഇത്രയേ ഉള്ളൂ ഗുണാക്കേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ചുറ്റിക്കറങ്ങിയൊക്കെ വരുമ്പോഴത്തേക്കും ഒരു ദിവസം കൊടൈക്കനാലിൽ താമസിച്ച് ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ചുറ്റിക്കറങ്ങി മണവന്നൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ഈ ചെമ്മരിയാടിനെയൊക്കെ വളർത്തുന്ന സ്ഥലം, മുയൽ ഫാമൊക്കെ ഉണ്ട്. അതൊക്കെ നന്നായിട്ടൊന്ന് വിസിറ്റ് ചെയ്യണം. പിന്നെ എങ്ങും പോവാതെ റൂമിലിരുന്നാൽ പോലും ഒരു പ്രത്യേക രസമുള്ളൊരു സ്ഥലമാണ് കൊടൈക്കനാൽ. അപ്പോൾ കൊടൈക്കനാലിനെ കുറിച്ച് ഒരുപാട് ചരിത്രങ്ങൾ പലരും പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ചരിത്രം എന്ന് പറഞ്ഞാൽ അത്ര നല്ലൊരു ചരിത്രമൊന്നുമില്ല. നമ്മുടെ ഒരു കുഞ്ഞു ചരിത്രം, പോകാൻ പോകുന്ന ആളുകളെ നിരുത്സാഹപ്പെടുത്താനല്ല, ഇങ്ങനെയൊക്കെ അവിടെ ഉണ്ട്, റിയാലിറ്റി ഒന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള ഒരു കുഞ്ഞു വീഡിയോ. കൊടൈക്കനാലിലേക്ക് പോകുമ്പോൾ അവിടുത്തെ ട്രാഫിക്കും ബ്ലോക്കും കാര്യങ്ങളും ഒക്കെ നിങ്ങളോട് പറഞ്ഞെങ്കിലും ഭീകരത മനസ്സിലാവണമെങ്കിലേ അവിടുത്തെ പാർക്കിംഗ് ഏരിയയും കൂടി കാണണം. നമ്മൾ പാർക്ക് ചെയ്യാനായിട്ട് സമയമൊന്നും ഉണ്ടാവില്ല. നമ്മൾ അതിനു മുമ്പ് തന്നെ റോഡ് സൈഡിൽ കിട്ടിയ ഗ്യാപ്പിൽ നമ്മളെല്ലാവരും ഇറങ്ങിപ്പോരും. അപ്പം നമ്മളെ വണ്ടി ഡ്രൈവർ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി പാർക്ക് ചെയ്തിട്ടുണ്ടാവും. പാർക്കിംഗ് സ്ഥലം അത്ര ഒരുപാടൊന്നുമില്ല, വിശാലമൊന്നുമല്ലല്ലോ. ആ സ്ഥലവും കൂടി നിങ്ങൾ കണ്ടില്ലേ? ഇതാണ് പാർക്കിംഗ് ഏരിയ. നമ്മളെ വണ്ടി ഇടാനുള്ള സ്ഥലങ്ങളൊക്കെ വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ആദ്യം കൊടൈക്കനാലിൽ ഈ ഗുണാക്കേവിൽ എത്തുന്നവർക്ക് പെട്ടെന്ന് സ്ഥലം കിട്ടും വണ്ടി ഇടാനായിട്ട്. ഒരുപാട് നേരമൊന്നും അവിടെ തങ്ങാനില്ലാത്തതുകൊണ്ട് വന്ന ആളുകൾ പെട്ടെന്ന് പോകുകയൊക്കെ ചെയ്യും. പക്ഷെ എങ്കിലും ആ ബ്ലോക്കൊക്കെ കഴിഞ്ഞ് വന്നതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് നമുക്കുണ്ടാവും. ഏതായാലും പോകാൻ താല്പര്യമുള്ള ആൾക്കാർ, ഇപ്പോൾ ഏപ്രിൽ ലാസ്റ്റ് ആയില്ലേ, ഇനിയിപ്പോൾ മെയ് പകുതി വരെ ആകുമ്പോഴത്തേക്കും നമ്മളുടെ അവിടെ നല്ല ചൂട് തന്നെ ആയിരിക്കും. അത് കഴിഞ്ഞാലല്ലേ മഴ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. ഏതായാലും ഈ ചൂട് കാലത്ത് 2 ദിവസം നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് കൊടൈക്കനാലിൽ പോയിട്ട് നിങ്ങൾക്ക് ചിലവഴിക്കാം. ഓക്കെ, ബൈ.